Welcome to the next session on functional analysis. In this session, we will be discussing completeness of LP space. ഇപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്താണ് കോഷി സീക്വൻസ്, വാട്ട് ഇസ് മെൻ ബൈ എ കംപ്ലീറ്റ് സ്പേസ്. എ കംപ്ലീറ്റ് സ്പേസ് ഈസ് എ സ്പേസ് ഇൻ വിച്ച് എവറി കോഷി സീക്വൻസ് കൺവേർജസ് ഇൻ ഇറ്റ് സെൽഫ്. ദെൻ കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസ്. ഒരു നോംഡ് ലീനിയർ സ്പേസ് കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മളതിനെ ബനാക് സ്പേസ് എന്ന് പറയുന്നു. ദെൻ നമ്മൾ സി എ ബി, സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു കെ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സ്പേസ് ആണ്, അതായത് ഇതൊരു ബനാക് സ്പേസ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സീക്വൻസ് സ്പേസ് എൽ പി വിത്ത് നോം പി, അത് ബനാക് സ്പേസ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ റിസൾട്ടിലേക്ക് കടക്കാം. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇതാണ്: എൽ പി സ്പേസ് ഈസ് എ Banach space. സോ Banach സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അപ്പോൾ അതിനു മുമ്പ് എന്താണ് എൽ പി സ്പേസ്? വാട്ട് ഇസ് എൽ പി സ്പേസ്? ഇറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് ഹൂസ് എൻട്രീസ് ആർ ഫ്രം കെ such that summation I is equal to 1 to infinity, absolute value of x of I raised to p is finite. The absolute value of x of I എന്ന് പറയുമ്പോൾ x എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഞാൻ x of 1, x of 2, x of 3 എക്സെട്ര എന്ന് എഴുതുകയാണ്. ഇവിടെ നമുക്കൊരു നോം ഉണ്ട്. നോം p of x is equal to summation I is equal to 1 to infinity absolute value of x of I raised to p the whole power 1 by p. ഇതാണ് നമ്മുടെ എൽ പി സ്പേസ്. ഈ സെറ്റ്, ഈ നോൺ എം ടി സെറ്റ് ടുഗെദർ വിത്ത് ദിസ് നോം, ദിസ് ഇസ് അവർ എൽ പി സ്പേസ്. ഈ എൽ പി സ്പേസ് നമുക്ക് കംപ്ലീറ്റ് ആണെന്ന് കാണിക്കാൻ ടേക്ക് എൻ ആർബിട്രറി കോഷി സീക്വൻസ് ഫ്രം എൽ പി ആൻഡ് പ്രൂവ് ദാറ്റ് ഇറ്റ് കൺവേർജസ് ഇൻ എൽ പി സ്പേസ് ഇറ്റ് സെൽഫ്. സോ ലെറ്റ് സീക്വൻസ് എക്സ് എൻ ബി a Cauchy sequence in LP. അപ്പോൾ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എൻ ഈസ് എൻ എലമെൻറ്റ് ഓഫ് എൽ പി. എക്സ് എൻ ഈസ് എൻ എലമെൻറ്റ് ഓഫ് എൽ പി, അതായത് എക്സ് എൻ ഇറ്റ് സെൽഫ് ഈസ് എ സീക്വൻസ്. സോ ആക്ച്വലി ഈ സീക്വൻസ് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ് ഇൻ എൽ പി എന്ന് പറയുമ്പോൾ സീക്വൻസ് എക്സ് എൻ ഇസ് എ സീക്വൻസ് ഓഫ് സീക്വൻസസ്. ഓക്കെ, അപ്പോൾ ഇതൊരു കോഷി സീക്വൻസ് ആണ്. സോ നമുക്ക് കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഫോർ ടേക്ക് സം ആർബിട്രറി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് സം നാച്ചുറൽ നമ്പർ എൻ എപ്സിലൺ സച്ച് ദാറ്റ് നോം പി ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ഇസ് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എം ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ എൻ എപ്സിലൺ. ദിസ് ഇസ് അവർ ഡെഫിനിഷൻ ഫോർ കോഷി സീക്വൻസ്. ഇവിടെ എന്താണ് ഈ നോം പി ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ ഓഫ് ഐ മൈനസ് എക്സ് എം ഓഫ് ഐ ടു ദ പവർ പി ദ ഹോൾ പവർ 1 ബൈ പി ഈസ് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എം ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എപ്സിലൺ. ഇതാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യം. ഇപ്പോൾ ഇവിടെ ഈ സമ്മേഷൻ, ഈ ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും നമ്മൾ ടു ദ പവർ പി എടുത്തു എന്ന് കരുതുക. സോ ദിസ് ഇനീക്വാലിറ്റി വിൽ ബിക്കം സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ ഓഫ് ഐ മൈനസ് എക്സ് എം ഓഫ് ഐ ടു ദ പവർ പി ഇസ് ലെസ് ദാൻ എപ്സിലൺ പവർ പി ഫോർ ഓൾ എം ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എപ്സിലൺ. ഇപ്പോൾ ഈ സമ്മേഷനിൽ ഓരോ ടേമും നോൺ നെഗറ്റീവാണ്. നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എടുത്തു, സോ ദാറ്റ് ഇറ്റ് ഇസ് നോൺ നെഗറ്റീവ്. നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫിനിറ്റ്ലി മെനി ടേംസിൻ്റെ സമ്മ് ഇറ്റ് ഇസ് ലെസ് ദാൻ എപ്സിലൺ പവർ പി എന്ന് വെച്ചാൽ ആ സമ്മേഷനിൽ, ആ സീരീസിൽ ഓരോ ടേമും ലെസ് ദാൻ എപ്സിലൺ പവർ പി ആയിരിക്കും. ബിക്കോസ് ഇവിടെ ക്യാൻസലേഷനൊന്നും സംഭവിക്കുന്നില്ലല്ലോ, പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ക്യാൻസലേഷനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും,
ഇഫ് വി ഹാവ് ദിസ് നമ്മൾ ആദ്യം എഴുതിയ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ഇനീക്വാലിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ absolute value of xn of I minus xm of I to the power p is less than epsilon power p for all m and n greater than or equal to n epsilon and for each I element of natural numbers. ഈ ഓരോ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കിതുപോലെ ഇനീക്വാലിറ്റി ഉണ്ട്. സോ വീണ്ടും നമ്മൾ ടു ദ പവർ 1/p എടുത്തു എന്ന് കരുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? absolute value of xn of I minus xm of I is less than epsilon for all m and n greater than or equal to n epsilon and for all I element of natural numbers. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ for each I element of natural numbers സീക്വൻസ് xn of I എന്ന് പറയുന്നത് ഈസ് എ കോഷി സീക്വൻസ് ഇൻ K. ഓക്കെ, ഇത് കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷനാണ് നമുക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടും കെയിലുള്ള ഒരു കോഷി സീക്വൻസ് വീതം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കെ എന്ന് വെച്ചാൽ ആരാണ്? ഇറ്റ് ഈസ് എയ്തർ ആർ ഓർ സി. ആർ ആയാലും ശരി, സി ആയാലും ശരി, കെ ഈസ് കംപ്ലീറ്റ്. ഓക്കെ, കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ xn of I converges in K itself. ബിക്കോസ് കോഷി സീക്വൻസുകൾ കംപ്ലീറ്റ് സ്പേസിലുള്ള എല്ലാ കോഷി സീക്വൻസും കൺവേർജൻ്റ് ആണ്. അപ്പോൾ xn of I converges in K itself for each I element of n. അപ്പോൾ xn of I എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റിനെ ഞാൻ x of I എന്ന് വിളിക്കുകയാണ്. ബിക്കോസ് I മാറുന്നതിനനുസരിച്ച് സീക്വൻസ് മാറും, അതനുസരിച്ച് നമുക്ക് ലിമിറ്റ് മാറും. സോ xn of I എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റിനെ ഞാൻ x of I എന്ന് വിളിക്കുന്നു. സോ ലെറ്റ് x of I is equal to limit n tends to infinity of xn of I. അപ്പോൾ ഈ x of iകളെല്ലാം കെയിലുള്ളവരാണ്. സോ ദാറ്റ് ഐ എം മേക്കിംഗ് എ ന്യൂ സീക്വൻസ് x of 1, x of 2, etc. So that this belongs to k infinity. This is a sequence in k. Okay. ഇവിടെ നമുക്ക് പോയിൻ്റ് വൈസ്ലി ഓരോ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടും xn of I കൺവേർജസ് ടു x of I എന്ന് നമുക്കുണ്ട്. പിന്നെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്ത ഈ x എന്ന് പറയുന്ന എലമെൻറ്റ് എൽ പിയിലുള്ളതാണ് എന്ന് നമുക്ക് കാണിക്കണം. അതാണ് ആദ്യത്തേത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത സീക്വൻസ് xn എന്ന് പറയുന്ന കോഷി സീക്വൻസ് ഈ എക്സിലേക്ക് കൺവേർജ് ചെയ്യും എന്നും നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ എന്തായി? എല്ലാ കോഷി സീക്വൻസും കൺവേർജസ് ഇൻ എൽ പി സ്പേസ് ഇറ്റ് സെൽഫ്. ഫസ്റ്റ് വി വിൽ പ്രൂവ് ദാറ്റ് ദിസ് എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എൽ പി. ഓക്കെ, സോ നമുക്കതൊന്ന് പ്രൂവ് ചെയ്യാം. സപ്പോസ് എം എന്ന് പറയുന്നത് ഒരു ആർബിട്രറി നാച്ചുറൽ നമ്പർ ആണ് എന്ന് വിചാരിക്കാം. സോ ഐ എം കൺസിഡറിങ്, ഫസ്റ്റ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ എക്സ് എലമെൻറ്റ് ഓഫ് എൽ പി എന്നാണ് കേട്ടോ. എക്സ് എലമെൻറ്റ് ഓഫ് എൽ പി എന്നാണ് ഞാനിപ്പോൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോണത്. എം എലമെൻറ്റ് ഓഫ് എൻ ആർബിട്രറി ആയിട്ട് ഞാൻ ചൂസ് ചെയ്തു. ദെൻ സമ്മേഷൻ I is equal to 1 to m absolute value of x of I raised to p എന്ന് വെച്ചാൽ എനിക്കിതിനെ സമ്മേഷൻ I is equal to 1 to m x of I എന്നുള്ളതിന് പകരം എനിക്ക് ലിമിറ്റ് n tends to infinity xn of I then absolute value മോഡുലസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എനിക്കിതിനെ ലിമിറ്റ് n tends to infinity modulus of xn of I to the power p എന്ന് എഴുതാം. പിന്നെ ഇതൊരു ഫൈനൈറ്റ് സമ്മേഷൻ ആണ്. സോ ദാറ്റ് ഐ ക്യാൻ ഇൻ്റർചേഞ്ച് ലിമിറ്റ് ആൻഡ് സം. സോ ദിസ് ഇസ് ലിമിറ്റ് n tends to infinity
summation I is equal to 1 to m absolute value of xn of I raised to p. ഓക്കെ, ഇനി ഇവിടെ വേറെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ് xn ഈസ് എ കോഷി സീക്വൻസ്. സീക്വൻസ് xn ഒരു കോഷി സീക്വൻസ് ആയതുകൊണ്ട് നമ്മൾ കോഷി സീക്വൻസിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്തിരുന്നു. If sequence xn is a Cauchy sequence, then limit of norm of xn exists as n tends to infinity. First property അതായിരുന്നു. Second property says that if sequence xn is a Cauchy sequence, then it is a bounded sequence. So ഇവിടെ sequence xn Cauchy sequence ആയതുകൊണ്ട് അതൊരു bounded sequence ആണ്. ഓക്കെ, ഇത് ബൗണ്ടഡ് ആണ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പറയാം, norm p of xn is less than or equal to some c for all n element of natural numbers. ഓക്കെ, ഇത് ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ്, ഈ പ്രോപ്പർട്ടി ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി നിൽക്കുന്നത് ഇതാ. ഇനി ഇക്വാലിറ്റി 1 നോക്കുക. എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? സമ്മേഷൻ I is equal to 1 to m absolute value of x of I raised to p is equal to limit n tends to infinity absolute value of summation I is equal to 1 to m absolute value of xn of I raised to p. ഇവിടെ നമ്മൾ xn of I absolute value of xn of I raised to p യുടെ സമ്മേഷൻ ഫ്രം I equal to 1 to m എടുക്കുന്നുള്ളൂ. ആൻഡ് എവരി ടേം ഇസ് നോൺ നെഗറ്റീവ്. സോ നമുക്കിതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ I is equal to 1 to infinity absolute value of xn of I raised to p എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ ഞാനിപ്പോൾ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന ഈ സംഭവം ഇതെന്താണ്? ദിസ് ഇസ് നോം പി ഓഫ് എക്സ് എൻ ടു ദ പവർ പി ആണ്. ബിക്കോസ് നോം പി ഓഫ് എക്സ് എൻ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ റേസ് ടു 1/p വേണമായിരുന്നു. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഇത് ടു ദ പവർ പി ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി നോം പി ഓഫ് എക്സ് എൻ ടു ദ പവർ പി. ഇതിൽ നോം പി ഓഫ് എക്സ് എന്നിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. സോ എനിക്കിവിടെ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സി ടു ദ പവർ പി എന്ന് പറയാം. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ്. ഫോർ എനി m element of natural numbers, m element of n നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തതാണ്. സമ്മേഷൻ I is equal to 1 to m absolute value of x of I raised to p is less than infinity or it is less than c to the power p. Whatever be the value of m, we have this. അപ്പോൾ പിന്നെ ദിസ് ഇസ് ട്രൂ ഫോർ എനി m element of n. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? സമ്മേഷൻ I is equal to 1 to infinity absolute value of x of I raised to p, അതും ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. സോ ടു ദ പവർ 1/p എടുത്തു കഴിഞ്ഞാലും വി വിൽ ഗെറ്റ് ഇറ്റ് ഇസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അതായത് എക്സിന് നമ്മൾ നോം പി എടുത്താൽ we will get it as finite. Okay, ഇവിടെ ഇത് from here itself we can to the power p ഒന്നും വേണമെന്നില്ല, to the power 1/p എടുക്കണമെന്നില്ല. if we have summation I is equal to 1 to infinity absolute value of x of I raised to p less than infinity, then we have x is in LP. so നമ്മുടെ സീക്വൻസ് എക്സ് എന്നിൻ്റെ പോയിൻ്റ് വൈസ് ലിമിറ്റ് ആയിട്ട് വന്ന എക്സ് എന്ന് പറയുന്നയാൾ എൽ പിയിൽ തന്നെ ഉള്ളതാണ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് നമുക്ക് കാണിക്കണം. എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് കാണിക്കാൻ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇനീക്വാലിറ്റി നമ്മുടെ കയ്യിലുണ്ട്.
we have summation I is equal to 1 to infinity modulus of first inequality term, modulus of xn of I minus xm of I to the power p less than epsilon power p for all m and n greater than or equal to n epsilon എന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്നും കൂടി എഴുതാം. we have summation I is equal to 1 to infinity absolute value of xn of I minus xm of I to the power p less than epsilon power p for all m and n greater than or equal to n epsilon. ഇതിൽ m tends to infinity എന്ന് ലിമിറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? summation I is equal to 1 to infinity absolute value of xn of I minus ഈ xm of I എന്നുള്ളത് x of I ആയി to the power p ലിമിറ്റാണ്. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ പവർ പി ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എപ്സിലൺ. ദിസ് ഇസ് ഇനഫ്, കാരണം എം ഇൻഫിനിറ്റിയിലേക്ക് പോയി. സോ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ n എപ്സിലൺ. ഇതിൻ്റെ രണ്ട് സൈഡും നമ്മളൊരു ടു ദ പവർ 1/p എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ നമ്മളൊരു ടേക്ക് ഹിയർ ടു ദ പവർ 1/p, ഇവിടെയും ടു ദ പവർ 1/p എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ I is equal to 1 to infinity. Okay, summation I is equal to 1 to infinity absolute value of xn of I minus x of I to the power p the whole power 1/p എന്ന് വെച്ചാൽ it is norm p of xn minus x. This is less than epsilon for all n greater than or equal to n epsilon എന്ന് കിട്ടി. And this means xn minus x ന്റെ norm tends to 0 as n tends to infinity, and this implies xn converges to x in LP space. ഓക്കെ, അപ്പോൾ ഏത് കോഷി സീക്വൻസ് നമ്മൾ എൽ പി സ്പേസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ദാറ്റ് കൺവേർജസ് ഇൻ എൽ പി സ്പേസ് ഇറ്റ് സെൽഫ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ദിസ് മീൻസ് ദാറ്റ് LP space is a Banach space. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്ന കാര്യം, ആൻഡ് വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. സോ നമ്മളിപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ കണ്ടു. ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ആയിട്ടുള്ള ബനാക് സ്പേസിന് ഒരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി CAB കണ്ടിരുന്നു. ഇവിടെ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ കിട്ടി LP സ്പേസ്. ഓക്കെ, സോ ഇനി കംപ്ലീഷൻ എന്താണ്, വാട്ട് ഇസ് മെൻ ബൈ കംപ്ലീഷൻ ഓഫ് എ നോംഡ് ലീനിയർ സ്പേസ് എന്നുള്ളത് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതുവരെയുള്ളതെല്ലാം നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.